അടുത്തതിന് ഒരു യൂസറിനെ എങ്ങനെ സൈനപ്പ് ചെയ്യാന്ന് പഠിപ്പിക്കാം. ജാങ്കോയുടെ ഒരു യൂസറിനെ സൈനപ്പ് ചെയ്യാനായിട്ട് ജാങ്കോയുടെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഐ തിങ്ക് ഫ്രം സ്ക്രാച്ച് ഏതൊരു വെബ് ഡെവലപ്മെന്റ് ടൂൾ വന്നു കഴിഞ്ഞാലും ജാങ്കോ എന്നല്ല, ജാങ്കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറേ ഫങ്ഷൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഏതൊരു വെബ് ഡെവലപ്മെന്റ് ടൂൾ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് ഇത് സൈനപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ബേസിക് ആണെന്നിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ഇനിഷ്യലി നമുക്ക് സൈനപ്പിൽ നിന്ന് തുടങ്ങാം. Django, how to sign up. ഹൗ ടു സൈൻ അപ്പിനകത്ത് ഏറ്റവും ആദ്യം തന്നെ വരുന്നത് സിംപ്ലൈസ് ബെറ്റർ ദാൻ കോംപ്ലക്സ് .com എന്ന് പറയുന്ന വിക്ടർ ഫെറിറ്റാസിന്റെ ഒരു ബ്ലോഗാണ്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇത് 2017 എഴുതിയ ബ്ലോഗാണ്. ഞാൻ ആ സമയത്താണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സമയത്തൊക്കെ ഞാൻ അത് ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലോഗാണ്. സോ ഇത് കുറെ ഔട്ട്ഡേറ്റഡ് ആയത്. ജാങ്കോ 1.0 ഈ പ്രൊജക്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. സോ ഇത് നമുക്കൊന്ന് ഇൻസ്പയർ ചെയ്തെടുത്തിട്ട് മുമ്പോട്ട് പോകാം. ബേസിക് സൈനപ്പ്. സൈനപ്പ് ചെയ്യാൻ നേരം എന്ത് ചെയ്യണം? ഒരു URL ആഡ് ചെയ്യണം, സൈനപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, views.py സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ എന്താണ്? റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ആസ് യൂഷ്വൽ എടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജാങ്കോയ്ക്ക് ഒരു യൂസർ ക്രിയേഷൻ ഫോം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു HTML ഫോമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം HTML ഫോം എന്താണെന്ന് ആദ്യം പഠിക്കണ്ടേ. സോ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് HTML ഫോം? നമുക്ക് ഓൾറെഡി ഒരു ആപ്പ് ഉണ്ട്, ഇവന്റ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവന്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് ഒതന്റിക്കേഷന്റെ കാര്യങ്ങളൊക്കെ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫൈൻ. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കാം. മേ ബി അല്ലെങ്കിൽ യൂസർ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒതന്റിക്കേഷൻ എന്ന് തന്നെ ആയിക്കോട്ടെ ആപ്പിന്റെ പേര്. manage.py സ്റ്റാർട്ട് ആപ്പ്. ഓത്തം എന്നൊരു ആപ്പ് ഓൾറെഡി ജാങ്കോയ്ക്കുണ്ട്. അപ്പം നിങ്ങൾ അതേ പേര് തന്നെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിരിക്കും. സോ ആ ഓത്തം എന്ന് പറഞ്ഞ പേര് ആപ്പിന് യൂസ് ചെയ്യരുത്. ആ സെറ്റിംഗ്സിനകത്തുണ്ട് ഏതൊക്കെ പേര് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ് ഒതന്റിക്കേഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയി. ദ വെരി ഫസ്റ്റ് തിങ് ഈസ് സെറ്റിംഗ്സിൽ ചെന്നിട്ട് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വെരി ഫസ്റ്റ് പരിപാടി. ഒതന്റിക്കേഷൻ. ഓക്കെ, അപ്പം ഒതന്റിക്കേഷന് ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു HTML പേജ് എന്തായാലും വേണ്ടി വരും. സോ നമ്മൾ HTML ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ TMPLATES ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് signup.html എന്ന് പറയുന്നൊരു ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, signup.html നമ്മൾ ഓൾറെഡി ഇവന്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള HTML പേജ് നമ്മൾ കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും എന്ത് ചെയ്താൽ മതി? ഈ ഒരു കണ്ടെയ്നറിനകത്ത് മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി അല്ലേ? ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ഡിഫിനകത്ത് മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. കാരണം എന്താ കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് HTML മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇഷ്ടപ്പെട്ട HTML പേജൊക്കെ എല്ലാ പേജിനും കോമൺ ആയിരിക്കും. എല്ലാ പേജിനും ഒരുമാതിരിപ്പെട്ട പേജൊക്കെ HTML ഒക്കെ കോമൺ ആയിരിക്കും. സോ എന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ച് ഭാഗം ടെംപ്ലേറ്റ്സിന് വേണ്ടി മാറ്റി വെക്കാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ വെറുതെ base.html എന്ന് പറഞ്ഞൊരു HTML ക്രിയേറ്റ് ചെയ്തു. കാരണം എന്താണ്? സൈനപ്പിനും ഇൻഡെക്സിനും എല്ലാം നമ്മൾ ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്നതെല്ലാം ഒരേ HTML ആണ്. സോ ഞാൻ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഫയൽസ് മുഴുവൻ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? base.html പ്ലേസ് ചെയ്തു. ഫൈൻ, ഇത്ര ഓക്കെ അല്ലേ? ഇനിയും index.html കൊടുത്തിരിക്കുന്ന ഈ ഒരു സാധനം ഞാൻ കട്ട് ചെയ്തു.
കട്ട് ചെയ്തതിന് ശേഷം ഈ ബേസ് ഇൻഡെക്സ് ഡോട്ട് എച്ച്ടിഎംഎൽ പറയാണ് എന്ത് പോയി നോക്കിയാൽ മതി. എപ്പോഴേലും ഇൻഡെക്സ് ഡോട്ട് എച്ച്ടിഎംഎൽ ഫയൽ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ബേസ് ഡോട്ട് എച്ച്ടിഎംഎൽ ഫയലാണ് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വ്യൂവിനകത്ത് വരുമ്പോൾ എന്താ കാണുന്നത്, ഇവിടെ നേരത്തെ നമ്മളൊരു വ്യൂവിനകത്ത് ഇൻഡെക്സ് ഡോട്ട് എച്ച്ടിഎംഎൽ റെൻഡർ ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ നേരെ ഇവിടെ പോകും, ഇൻഡെക്സ് ഡോട്ട് എച്ച്ടിഎംഎല്ലിനകത്ത് പോകും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എക്സ്റ്റൻസ് ബേസ് ഡോട്ട് എച്ച്ടിഎംഎൽ. ഇതെന്ന് പറഞ്ഞാൽ ബേസ് ഡോട്ട് എച്ച്ടിഎംഎൽ ഫയൽ ഒരു എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ബേസ് ഡോട്ട് എച്ച്ടിഎംഎൽ എടുത്ത് ലോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സൈനപ്പ് വരുമ്പോഴും ഇതുപോലെ തന്നെ എഴുതി വെച്ചു എന്താ എക്സ്റ്റൻസ് ബേസ് ഡോട്ട് എച്ച്ടിഎംഎൽ. ഓക്കെ, ഇനി ഇവിടെ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ള എന്തൊക്കെയാണ്, ഈ H1 പേജിന്റെ ടൈറ്റിൽ മാറാൻ ചാൻസ് ഉണ്ട്. സോ ബ്ലോക്ക്, ഞാനിവിടെ ബ്ലോക്ക് ടൈറ്റിൽ എന്ന് ആഡ് ചെയ്തു. ഇവിടെ ഇൻഡെന്റിലെ എൻഡ് ബ്ലോക്ക്. ഇത് ഇങ്ങനെ തന്നെ ഇപ്പോൾ പഠിക്കാം. കേളി ബ്രേസ് പെർസെൻറ്റേജ്, സോറി ഇവിടെ കേളി ബ്രേസ് പെർസെൻറ്റേജ്, അതിനകത്ത് പെർസെൻറ്റേജ് കേളി ബ്രേസ്. ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ടെംപ്ലേറ്റ് ലാംഗ്വേജ്, നമ്മൾ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ HTML അകത്ത് ഏതെങ്കിലും ഒരു പോർഷൻ, ഞാൻ ഇത് പറഞ്ഞാണ് തുടങ്ങിയത്, ഈ ഒരു HTML അകത്ത് ഇവിടെ ടൈറ്റിൽ കൊണ്ട് നടണം, ഇവിടെ കണ്ടന്റ് കൊണ്ട് നടണം. ഓക്കെ, ബാക്കി ഈ ഒരു HTML പേജ് ത്രൂ ഔട്ട് നമ്മൾ docs.google.com എടുത്തു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. ആകെ മാറ്റം വരുന്നത് ഇവിടെ മാറ്റം വരും, ഇവിടെ മാറ്റം വരും, ഈ ഒരു ലാസ്റ്റ് അടിച്ചത് 5 hours ago ഇതിനകത്ത് മാറ്റം വരും, ഈ ഒരു ഇതിനകത്ത് മാറ്റം വരും, ഈ കണ്ടൻസിനകത്ത് മാറ്റം വരും, പിന്നെ ഇവിടെ വരുന്ന പ്രൊഫൈൽ പിക്കിൽ മാറ്റം വരും. ഈ 6 ലൊക്കേഷനിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മാറ്റം വരുന്നിടത്ത് മാത്രം ഇവിടെ ഒരു മാർക്ക് ഇടുക. ഇപ്പം എന്താ, ഇത് ഫുൾ ഒരു HTML പേജ് ഉണ്ടാക്കുക, അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി. അതിനുശേഷം ഈ മാറ്റം വരാൻ ചാൻസ് ഉള്ള ഇവിടെ മാത്രം ഒരു മാർക്ക് ഇടുക. ആ മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഇടും, ആ മാർക്ക് ഇടുന്ന ഒരു രീതിയാണ് ഇത്. ഓക്കെ, അങ്ങനെ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, ഡേറ്റാബേസിൽ നിന്ന് ഇവിടെ വേണ്ടുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഈ ഡോക്യുമെന്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ടൈറ്റില്, ഇത് ഏത് ഫോൾഡറിലാണ് ആൾ ചെയ്ത്, ആളുടെ ഫോട്ടോയെ, പിന്നെന്താണ് ഈ ഒരു ഡിസൈൻ, ഈ ഒരു സംഭവം ഇവിടെ എന്താ കാണിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ കാണിക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും സെയിം ആണ് കാണിക്കുന്നത്, അല്ലേ? ഓൾമോസ്റ്റ് ഇപ്പോൾ സെയിം ആണെന്ന് വെക്കുക. അപ്പോൾ എന്താണ്, ഈ 5 സാധനം മാത്രം എവിടെയൊക്കെയാണ് വരേണ്ടതെന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ തന്നത് ശരിയായിട്ടുള്ള ഡെഫിനേഷൻ അല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ എന്താണ്, ഇവിടെ ബ്ലോക്ക് ടൈറ്റിൽ നിന്ന് കൊടുത്തു, ഇതുപോലെ തന്നെ ബ്ലോക്ക് ഇവിടെ കണ്ടന്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഈ കണ്ടന്റ് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഫൈൻ. ഓക്കെ, ഇത് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഒരു എൻഡ് ബ്ലോക്കും കൊടുത്തു, ഈ സ്ട്രിങ് ഞാൻ ഇവിടെ നിന്ന് കളഞ്ഞു, എൻഡ് ബ്ലോക്ക് ടൈറ്റിലും കൊടുത്തു, ബ്ലോക്ക് കണ്ടന്റും കൊടുത്തു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇൻഡെക്സ് പേജ് വന്നു കഴിയുമ്പം ഈ ബ്ലോക്ക് പേജില്ലേ, ഈ ബ്ലോക്കിനകത്ത് എന്താണ് കാണിക്കേണ്ടത്, എക്സ്റ്റെൻസ് ബേസ് ഡോട്ട് HTML. ഇത് ബേസ് ഡോട്ട് HTML എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ബേസ് ഡോട്ട് HTML ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ടൈറ്റിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് പൈത്തൺ ജാങ്കോ നമുക്ക് തരുന്നൊരു ഫീച്ചറാണ് കേട്ടോ. അപ്പം ഈ ഒരു സെയിം ഫയൽ എത്ര എടുത്ത് വേണമെന്ന് റീയൂസ് ചെയ്യാം. അടുത്തത് എന്താണ്, ഈ ഒരു ബ്ലോക്ക് കണ്ടന്റ് എടുക്കുക, ഈ കണ്ടന്റിനകത്ത് ഈ സാധനം പേസ്റ്റ് ചെയ്യുക. അപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡെക്സ് ഡോട്ട് HTML വിളിച്ചു കഴിയുമ്പോൾ നേരെ ബേസ് ഡോട്ട് HTML ലോഡ് ചെയ്യും. ആ ലോഡ് ചെയ്തതിനകത്ത് ഈ പേജ് ആദ്യം ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ ഇവിടെ വരെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് ടൈറ്റിൽ കണ്ടു കഴിയുമ്പോൾ ശരിക്കും വിളിച്ച ഇൻഡെക്സിലല്ലേ, ഇൻഡെക്സിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ടൈറ്റിൽ എഴുതിയിട്ടുണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതിനകത്തെ കണ്ടന്റ് തന്നെ വിടും. അതിനുശേഷം വന്ന് ബ്ലോക്ക് കണ്ടന്റ് കണ്ടു. ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് നോക്കും, ഇവിടെ നോക്കുമ്പോൾ ബ്ലോക്ക് കണ്ടന്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ ഇതിനകത്തെ കണ്ടന്റ് തന്നെ ഇതിനകത്ത് ഇടും. എന്നിട്ട് ഈ HTML ഫയൽ മുഴുവൻ എന്ത് ചെയ്യും, റെൻഡർ ചെയ്യും. റെൻഡർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ, ഈ കണ്ടന്റ് ഫുള്ള് സ്ട്രിങ് ആയിട്ട് കിട്ടി, അല്ലെ? ഈ സ്ട്രിങ്ങിനാണ് തിരിച്ച് ബ്രൗസറിലോട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ HTML എന്ന് വിശ്വസിച്ച് റെൻഡർ ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും,
ഇതുപോലെ ശരിക്കും ഈ ഒരു പേജ് ആണെങ്കിലോ ഇവിടെ അങ്ങനെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണും. ഇവിടെ എന്തെങ്കിലും ഔട്ട്ലൈൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണും. ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണും. ഇവിടെ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് കാണും. ഇവിടെ എന്താ പ്രൊഫൈൽ പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് കാണും. ചിലപ്പം ജാങ്കോയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ ആയിരിക്കും ഇവർ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ അതുപോലെ തന്നെ വരുന്നതോ നമുക്കൊന്ന് കൺഫേം ചെയ്തേക്കാം. ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ പേര് ആപ്പാട് എന്തുണ്ട്, മൈ ഫസ്റ്റ് ബൂസ്റ്റർ പേജിന് പകരം മൈ ഇൻഡെക്സ് പേജ് നോക്കി റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ മൈ ഇൻഡെക്സ് പേജ് അത്രേ ഉള്ളൂ. ഇനി ഇത് തന്നെ കോപ്പി ചെയ്ത് ഇവിടെ സൈനപ്പ് ഡോട്ട് എച്ച് ടി എം എൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സൈനപ്പ് പേജ് SIGNUP പേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. റോ ഇതൊക്കെ ഈ ഒരു ക്ലോസ് എന്നൊക്കെ പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ആണ്. അത് ഞാൻ തൽക്കാലം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഫോം ഇത് ചെയ്യണം,